എല്ലാവർക്കും നമസ്കാരം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. 10th ലെവൽ പ്രിലിമിനറി കഴിഞ്ഞ വർഷം നടന്ന സ്റ്റേജ് 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. 2019 ആദ്യത്തെ ചോദ്യം. 2019 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ വനിത, ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥനാണ്. ഓപ്ഷൻ സി. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന, സ്ട്രക്ചർ എപ്രകാരമാണ്? ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി ബൈ കസ്തൂരി രംഗൻ. എന്ത് ഘടനയാണ്? ഓപ്ഷൻ എ 5+3+3+4 ആണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട്. ഓപ്ഷൻ ഡി. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ്. ഓപ്ഷൻ ബി പാരീസ്. 5 മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. ആരാണ് ബ്രാൻഡ് അംബാസഡർ? മോഹൻലാലാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21 യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണെന്ത്? ലോകായുക്ത. അത് നാഷണൽ ലെവലിലാണെങ്കിൽ എന്താണ്? ലോക്പാലാണ്. നിലവിൽ സംസ്ഥാന ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ, വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ 2019 ആരാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ അല്ലേ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസാണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്കും നേരെയുള്ള സൈനിക നീക്കങ്ങൾക്കും ഒറ്റക്കെട്ടായി, കളക്റ്റീവ് ഡിഫൻസ്, ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നാറ്റോ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് അലിയാണെന്ന് പറഞ്ഞു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. ബ്രസൽസ് ആണ് നാറ്റോയുടെ. ബ്രസൽസ് എവിടെയാണ്? ബെൽജിയത്തിലാണ് അല്ലേ. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 പറയുന്നത്. അപ്പോൾ 3 ശരിയാണ്. 10ാമത്തെ ചോദ്യം. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഇതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്കാണ് അല്ലേ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കാണ്. സിവാലിക്കാണ് ഏറ്റവും തെക്ക് ഭാഗം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞമാണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം ഏത്? നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം നാഗ്പൂറാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്, ഓർത്തു വെക്കണേ. പശ്ചിമഘട്ടത്തിൽ വെസ്റ്റേൺ ഘട്ട്സ് എന്ന ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ, ഏറ്റവും കറക്റ്റ് സെൻറ്റൻസസ് ഏതൊക്കെയാണ്? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് പറയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. തെറ്റല്ലേ? 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ് എന്ന് പറയുന്നത് ശരിയല്ല. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്ന കഴിവ് കുറവാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം കറുത്ത മണ്ണാണ് ഏറ്റവും കൂടുതൽ മോയ്സ്ചർ റീറ്റെയിനിങ് കപ്പാസിറ്റിയിലെ മണ്ണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നത് ശരിയാണ്. അതുപോലെ തന്നെ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ടും ശരിയാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കുർണൂൽ, അമരാവതിയും വൈശാഖും അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. ഓപ്ഷൻ ബി. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42. മൗലിക കടമകൾ എന്ന് പറയുന്നത് എന്താ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ. അത് ഏതാ കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3 പാർട്ട് 3. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക
ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിങ്കാളി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. ചുവടെ നൽകിയിരിക്കുന്ന ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, പിന്നെ അത് 44th അമെൻമെൻറ്റ് പ്രകാരം 44th അമെൻമെൻറ്റ് പ്രകാരം എന്ത് ചെയ്തു? അത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. 300A ആണിപ്പോൾ സ്വത്തവകാശത്തെ ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഡു ഓർ ഡൈ എന്ന സ്ലോഗൻ ഉത്ഭവിച്ചത്. നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ പ്രഖ്യാപനം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6 അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. 35ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. നാഗന്മാരുടെ റാണി എന്ന് പറയുന്നത് റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. 37ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് BR അംബേദ്കറാണ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത്. ഗാന്ധിജി 2ാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമാണ് പങ്കെടുത്തത്, ഗാന്ധി റിവിൻ പാക്റ്റിന് ശേഷം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് ആക്ട്. ഒരു ബ്ലാക്ക് ആക്ട് എന്ന് വിശേഷിപ്പിച്ച ആക്റ്റാണ് റൗലറ്റ് ആക്ട്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുയുടെ. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലേ? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി. 40ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ്. ഓപ്ഷൻ ഡി, ഉദ്ധം സിംഗ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏത് എന്ന് കണ്ടെത്തണം? പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് അല്ലേ? കേരളത്തിൻ്റെ ഔദ്യോഗിക ഒഫീഷ്യൽ പക്ഷി എന്ന് പറയുന്നത് ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. ഓപ്ഷൻ ഡി. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ്, കോസ്റ്റൽ ലാൻഡാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു PSC കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. നെയ്തൽ തീരപ്രദേശമാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. 49ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാരാണ്. ഓപ്ഷൻ എ, OM നമ്പ്യാർ. 51ാമത്തെ ചോദ്യം, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ സി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. ഓപ്ഷൻ ഡി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? പൊയ്കയിൽ കുമാരഗുരുവാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ ഡി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ ചോദ്യം പോയി. ചോദ്യം വീണ്ടും വന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? വക്കം അബ്ദുൽ ഖാദർ. ഓപ്ഷൻ സി. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി, അയ്യങ്കാളി. 59ാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്? എപ്പോഴും റിപ്പീറ്റഡ് ആയിരിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. VT പടതിരിപ്പാട്. ഓപ്ഷൻ എ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം, ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനാണ്. ഇൻസുലിൻ. സർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന O ഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ഏതാണ്? AB ഗ്രൂപ്പാണ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിട്ട്? ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗനിർണയ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്.
മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24 ഓപ്ഷൻ സി 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്, വിറ്റമിൻ ഡി. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം 6.5 to 7.5 ആണ്. അതായത് ബേസിക്കലി അത് ന്യൂട്രൽ സ്വഭാവമുള്ള കാര്യമാണ്, കാരണം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ, ഓപ്ഷൻ ബി. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഏത്? ഉരുളക്കിഴങ്ങ്, ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ്. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഹരിത, ജ്യോതിക, ലോല, മാലിക എന്നൊക്കെ ഉണ്ട്. ഹരിതയാണ് പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം. ചന്ദ്രശങ്കര എന്ന ശങ്കര ഇനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. ചാവക്കാട് ഓറഞ്ച് ആൻഡ് വെസ്റ്റ് കോസ്റ്റ് ടോള്. ചന്ദ്രശങ്കര എന്ന ശങ്കര ഇനം തെങ്ങ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? 12C6 13C6 2 4 ഉത്തരം. അതാണ് ഐസോട്ടോപ്പുകൾ അല്ലേ. സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും, അത് നോക്കിയാൽ മതി. സെയിം അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് മാസ് നമ്പേഴ്സാണ് എന്ത്? ഐസോട്ടോപ്പുകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയം, ഓപ്ഷൻ എ അലുമിനിയം. 73 മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലിയാണ്, ഓപ്ഷൻ സി മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് NaHCO3 ആണ്, ഓപ്ഷൻ ബി. ഊർജ്ജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ml/2 T⁻², അല്ലേ. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജലമാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലമാണ്. ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. മനുഷ്യൻ്റെ ശ്രവണപരിധി എന്ന് പറയുന്നത് എന്താണ്? 20 Hz to 20,000 Hz അഥവാ 20 Hz to 20 kHz ആണ്. 20 Hz to 20 kHz അഥവാ 20 Hz to 20,000 Hz ആണ്. 1,00,000 എത്ര 1000 ഉണ്ട്? 100 ഡിവൈഡ് ചെയ്തിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അത് ചെയ്ത് നോക്കാതെ ഉത്തരം പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത്രയും മാത്സ് ഒഴികെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇത് എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ്. ബൈ, ടേക്ക് കെയർ.